ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഈസി സ്നാക്കിന്റെ റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് 250 ml കപ്പിൽ അരക്കപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ വറുക്കാത്ത സേമിയാണ് എടുത്തിട്ടുള്ളത്. വറുത്ത സേമിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാൻ ഒരു കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പൊ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള കോഴിമുട്ടയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് നമുക്ക് ഈ സേമിയിലേക്ക് ഈ ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഈ കോഴിമുട്ട ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ചെറിയ ജാർ എടുത്താൽ മതി. സേമിയൊക്കെ ഒന്ന് അരിഞ്ഞു കിട്ടണമെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറാണ് നല്ലത്. അപ്പോൾ വെള്ളമൊന്നും ഇല്ലാതെ ക്ലീൻ ആയിട്ട് തുടച്ചെടുത്തിട്ടുള്ള ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. ഈ ഒരു സ്നാക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരുപാട് ടൈമൊന്നും ആവശ്യം വരുന്നില്ല. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ കഴിഞ്ഞ് ഈ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ മധുരത്തിന് ആവശ്യമായ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒരു 3 ഏലക്ക കൂടി ഫ്ലേവറിനായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സേമിയ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ചെറിയൊരു തരി ഉണ്ടാവും. എന്നാലും ഒരുപാട് തരി ഉണ്ടാവില്ല, ചെറിയൊരു തരി ഉണ്ടാവും കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് കൂടിപ്പോകരുത്. ഉപ്പിൻ്റെ അളവ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ സ്നാക്ക് കഴിക്കുന്ന സമയത്ത് ഉപ്പിൻ്റെ ഒരു കുത്തുണ്ടാവും. അപ്പോൾ ഈ മധുരം ടേസ്റ്റ് ചെയ്യാൻ ആവശ്യമായ ഉപ്പ് മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഒരു പിഞ്ച് ഉപ്പ് കേട്ടോ, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ആവശ്യമായത്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് 250 ml കപ്പിൽ 1 കപ്പ് ഗോതമ്പ് പൊടിയും 1 പിഞ്ച് അപ്പസോഡയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് മൈദ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത്രയും കൂടി ചേർത്തിട്ട് നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. 1/2 കപ്പ് സേമിയയും 1 കോഴിമുട്ടയും 1 കപ്പ് മൈദയും 1 കപ്പ് ഗോതമ്പ് പൊടിയും കറക്റ്റ് പാകമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിൽ എടുത്താൽ മതി. ഇതിലേക്ക് പാലോ വെള്ളമോ ഒന്നും ചേർക്കേണ്ടി വരില്ല. ഇത് നന്നായിട്ട് ഈ ഒരു നനവിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് കൂടുതൽ അളവിൽ റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ ചേരുവയും കൂട്ടിയെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഏതെങ്കിലും ഒരു ചേരുവയല്ല, എല്ലാ ചേരുവകളും കൂട്ടിയെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോഴേ നമുക്ക് കൺസിസ്റ്റൻസി കറക്റ്റ് പാകമായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ചപ്പാത്തി മാവിൻ്റെ പോലെ കുഴച്ചെടുക്കുന്ന സമയത്ത് അത്രയ്ക്ക് സോഫ്റ്റ് ആയിരിക്കില്ല മാവ്. കുറച്ച് ടൈറ്റായിട്ട് തന്നെയാണ് മാവ് ഉണ്ടാവുക. അത് കുഴപ്പമില്ല. ആ രീതിയിൽ തന്നെയാണ് നമുക്ക് മാവ് വേണ്ടതും. ഇപ്പോൾ നമ്മളിത് കുഴച്ചെടുക്കുന്ന സമയത്ത് അത്യാവശ്യം കയ്യിലൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കും. പിന്നെ കുറച്ചിത് നന്നായിട്ടൊന്ന് കുഴച്ച് വരുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിച്ച ആ ഒട്ടലൊക്കെ മാറി വന്നോളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് ഒരുപാട് ടൈം എടുത്ത് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഇത് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ നമ്മളിത് റെസ്റ്റ് ചെയ്യാനും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. കുക്കിംഗ് ടൈം വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം. നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലാണോ വേണ്ടത് അതിനനുസരിച്ച് ഉരുട്ടിയെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചപ്പാത്തി മാവിൻ്റെ അത്ര സോഫ്റ്റ് അല്ല മാവ്, അത്ര ആവില്ല കേട്ടോ. ഇങ്ങനെ ഉണ്ടാവുള്ളൂ മാവ്. അപ്പോൾ ഇത് ഞാനൊരു ചെറുതായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് മാവെല്ലാം ഉരുട്ടിയെടുക്കാം. ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുമ്പോൾ ഇത് നമുക്ക് 10 മണിക്ക് കുട്ടികൾക്ക് സ്നാക്ക് കഴിക്കുന്ന കുട്ടികൾക്കൊക്കെ കൊടുത്തുവിടാൻ നല്ലതാണ്. അതുപോലെ തന്നെ ഒരു യാത്രയിലൊക്കെ കൈ കരുതാൻ പറ്റിയ ഒരു സ്നാക്ക് കൂടിയാണ്. അപ്പോൾ ഞാൻ മുഴുവനും ഇതുപോലെ ഒരു 11 എനിക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാൻ ഉരുട്ടിയിട്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് പരത്തിയിട്ട് ഇതേപോലെ ഒന്ന് വെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് വരയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഫാഷൻ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു മോഡൽ ഉണ്ടെങ്കിൽ അങ്ങനെ റെഡിയാക്കി എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇപ്പോൾ ഒരു യാത്രയിലൊക്കെ നമുക്ക് കൈ കരുതാൻ പറ്റിയ ഒരു സ്നാക്ക് കൂടിയാണ്. അതുപോലെ തന്നെ ഇത് തയ്യാറാക്കിയിട്ട് ഒരാഴ്ചയോളം നമുക്കിത് പുറത്ത് സൂക്ഷിക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്കിത് പുറത്ത് തന്നെ വയ്ക്കാവുന്നതാണ് കേട്ടോ. കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ പെട്ടെന്നൊരു ചായൻ്റെ ഒപ്പമൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. ഇതിവിടെ മുഴുവനും ഞാൻ ഇതേപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ സമയത്ത് ഒരു ചട്ടി ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊരു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഓയിൽ ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടാകാതെ ഇട്ട് കൊടുക്കരുത്. അത്യാവശ്യം നന്നായിട്ട് ചൂടായതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ചൂട് അഡ്ജസ്റ്റ് ചെയ്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരു ഭാഗം ആവുന്ന സമയത്ത് പതുക്കെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്തത് കൊണ്ട് തന്നെ
ഇതിങ്ങനെ ഫ്രൈ ആയി വരുമ്പോൾ അത്യാവശ്യം ഇങ്ങനെ വിടർന്ന് ഇങ്ങനെ നിൽക്കും. ഒരു പൂമുട്ടൊക്കെ വിടർന്ന് നിൽക്കുന്ന പോലെ ഇങ്ങനെ വിടർന്ന് വരും. അപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് കുക്കാകുകയും ചെയ്യും കേട്ടോ. പിന്നെ ഇത് നമ്മൾ പൊടിച്ച സമയത്ത് ഞാൻ ഏലക്ക ചേർത്തു. നിങ്ങളുടെ അടുത്ത് ഏലക്ക ഇല്ലെങ്കിൽ വാനില എസൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ആ മുട്ടമണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഞാനൊരു എണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയാണ്. അങ്ങനെ എണ്ണ കുടിക്കുകയൊന്നും ചെയ്യാത്തൊരു സ്നാക്കാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം, എന്നാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും സേമിയയും മുട്ടയും ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കൊണ്ടു. ഗോതമ്പ് പൊടി വേണ്ടെങ്കിൽ മൈദയും യൂസ് ചെയ്യാവുന്നതാണ്. ഇതേപോലെ ബാക്കിയുള്ളതും കൂടി റെഡിയാക്കി എടുക്കാം. മൊത്തം നമുക്കൊരു 11 റെഡിയാക്കി കിട്ടിയിട്ടുള്ളത്. അരക്കപ്പ് സേമിയയും ഒരു മുട്ടയും 1 കപ്പ് ഗോതമ്പ് പൊടി എന്നുള്ള അളവിൽ 11 എനിക്ക് റെഡിയാക്കി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. മുഴുവനും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചൂടോടെ തന്നെയാണ് കാണിക്കുന്നത്. തണുത്ത് കഴിയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ക്രിസ്പി ആയിട്ട് ഒരു ബിസ്ക്കറ്റൊക്കെ കഴിക്കുന്നതിൻ്റെ പോലെ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ചൂട് ചായക്കൊപ്പൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ഇങ്ങനെ നല്ല ചൂടായതുകൊണ്ടാണ് ഇതിങ്ങനെ തൊടുമ്പോൾ തന്നെ ഇങ്ങനെ പൊടിഞ്ഞു പോകും കേട്ടോ. നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോകും. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റിൻ്റെ ഒക്കെ രൂപത്തിലുള്ള ഒരു സ്നാക്കാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കുക. ലൈക്കും ചെയ്യണം കേട്ടോ, മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ